എല്ലാവർക്കും നമ്മളുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തുന്നത് +2 കെമിസ്ട്രിയുടെ ഏറ്റവും ഇമ്പോർട്ടൻസ് ഉള്ള 20 സെക്ഷൻ ആയിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. സോ ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്നും അറിയാത്ത കുട്ടികൾക്ക് പോലും മുഴുവൻ സ്കോറിലേക്കും എത്താൻ പറ്റും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഏറ്റവും അടുത്ത കൂട്ടുകാർക്ക് നിങ്ങളിത് ഷെയർ ചെയ്ത് കൂടി കൊടുക്കണം. അപ്പോൾ നമുക്ക് നമ്മുടെ ചാലഞ്ചിങ് വീഡിയോയിലേക്ക് പോകാം. നമ്മളിവിടെ ഓരോ ക്വസ്റ്റ്യൻസും അല്ലെങ്കിൽ ചാപ്റ്റർ വൈസ് ആയിട്ട് ആണ് ഓരോ ക്വസ്റ്റ്യൻസും നമ്മളിവിടെ പറയുന്നത്. ഓക്കെ, അപ്പം നമുക്ക് എല്ലാം ഇന്നുകൊണ്ട് തന്നെ പഠിച്ചെടുക്കണം. ഓക്കെ, അപ്പം നമുക്ക് തുടങ്ങാം. ഫസ്റ്റ് നമ്മൾ സോളിഡ് സ്റ്റേറ്റ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ ദി മോസ്റ്റ് ഇമ്പോർട്ടൻസ് ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഒന്നാമത്തെ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എല്ലാ എക്സാമിനും തുടർച്ചയായിട്ട് ചോദിക്കുന്ന വാട്ട് ഈസ് ദി ഡിഫറൻസ് ബിറ്റ്വീൻ ഷോർട്ട്കി ഡിഫക്റ്റ് ആൻഡ് ഫ്രങ്കൽ ഡിഫക്റ്റ് എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യനാണ്. ഷോർട്ട്കി ഡിഫക്റ്റ് എന്ന് പറഞ്ഞാൽ ലാറ്റിസ് സൈറ്റിൽ നിന്നും ഈക്വൽ നമ്പർ ഓഫ് കാറ്റയോൺസും ആനയോൺസും മിസ്സായി പോകുന്ന ഡിഫക്റ്റിന് പറയുന്ന പേരാണ് ഷോർട്ട്കി ഡിഫക്റ്റ്. ഇത്തരത്തിൽ കാറ്റയോൺസും ആനയോൺസും മിസ് ചെയ്തു പോകുന്നത് കൊണ്ടിട്ട് ലാറ്റിസിൽ നിന്നും അതുകൊണ്ട് തന്നെ ആ സോളിഡിൻ്റെ ഡെൻസിറ്റി കുറയുന്നുണ്ട്. കോമ്പൗണ്ട്സിൽ ഹയർ ആയിട്ടുള്ള കോർഡിനേഷൻ നമ്പർ കാണിക്കുന്ന കോമ്പൗണ്ട്സാണ് ഷോർട്ട്കി ഡിഫക്റ്റ് കാണിക്കുന്നത്. അതുപോലെ തന്നെ ഷോർട്ട്കി ഡിഫക്റ്റ് കാണിക്കുന്ന കോമ്പൗണ്ട്സുകളെ നോക്കിയാൽ അവരുടെ കാറ്റയോൺസിൻ്റെ ആനയോൺസിൻ്റെ സൈസ് തമ്മിൽ ചെറിയ ഡിഫറൻസ് ഉണ്ടാവത്തുള്ളൂ. ഇതൊരു വേക്കൻസി ഡിഫക്റ്റിന് എക്സാമ്പിളാണ്. വേക്കൻസി എന്ന് പറഞ്ഞാൽ അവിടെ ആൾക്കാർ ലാറ്റിസ് പോയിന്റിൽ നിന്ന് നഷ്ടമായിട്ട് പോവല്ലേ. NSCLും KCLാണ് കേട്ടോ ഇതിന് എക്സാമ്പിൾ. അതിൻ്റെ ഉണ്ടോ, ഇതാണ് ആദ്യത്തെ ലാറ്റീസ് എന്ന് പറയുന്ന ലാറ്റീസ് പോയിന്റ്. പക്ഷേ ഷോർട്ട്കി ഡിഫക്റ്റ് കഴിഞ്ഞ ലാറ്റീസ് പോയിന്റിലാണെങ്കിൽ കാറ്റയോൺസും ആനയോൺസും ഈക്വൽ നമ്പർ കുറഞ്ഞിട്ടുണ്ട് അല്ലേ, അത് ലാറ്റിസ് പോയിന്റിൽ നിന്നും നഷ്ടമായി പോയിട്ടുണ്ട്. സോ ഇതാണ് ഷോർട്ട്കി ഡിഫക്റ്റ്. അടുത്ത് നമുക്ക് ഫ്രങ്കൽ ഡിഫക്റ്റ് നോക്കാം. ഫ്രങ്കൽ ഡിഫക്റ്റ് എന്ന് പറയുന്നത് കാറ്റയോൺസ് മാത്രമാണ് ലാറ്റിസ് പോയിന്റിൽ നിന്നും മിസ് ചെയ്യുന്നത്. അപ്പം ഫ്രങ്കൽ ഡിഫക്റ്റ് എന്ന് പറഞ്ഞാൽ മിസ്സിങ് ഓഫ് കാറ്റയോൺസ് ഓൺലി. അതുകൊണ്ട് തന്നെ കാറ്റയോൺസ് ഓൺലി എന്ന് പറയുമ്പോൾ മിസ്സിങ് ആണ്. പക്ഷെ നമ്മൾ ഈ പടം നോക്കുമ്പോൾ മനസ്സിലാവുന്നത് ഈ മിസ്സായി പോയ കാറ്റയോണ് അതിൻ്റെ ഇൻഡസ്ട്രിഷ്യൽ സ്പേസിൽ കിടപ്പുണ്ട്, അതായത് സോളിഡിനകത്തുണ്ട്. ലാറ്റിസ് പോയിന്റിൽ നിന്നും കുറച്ച് ഡീവിയേഷൻ സംഭവിച്ചു എന്നേ ഉള്ളൂ. സോ ഡെൻസിറ്റിക്ക് മാറ്റമൊന്നും വരത്തില്ല. മിസ്സിങ് ഓഫ് കാറ്റയോൺസ് ഓൺലി, ഡെൻസിറ്റി റിമൈൻസ് ദി സെയിം. കോമ്പൗണ്ട്സ് വിത്ത് ലോ കോർഡിനേഷൻ നമ്പർ ഷോസ് ദിസ്. അപ്പം ലോ കോർഡിനേഷൻ നമ്പർ കാണിക്കുന്ന കോമ്പൗണ്ട്സ് ആണ് ഫ്രങ്കൽ ഡിഫക്റ്റ് കാണിക്കുന്നത്. ഫ്രങ്കൽ ഡിഫക്റ്റ് കാണിക്കുന്ന കോമ്പൗണ്ട്സ് നോക്കിയാൽ അവിടെ കാറ്റയോൺസും ആനയോൺസും തമ്മിൽ സൈസ് നല്ല ഡിഫറൻസ് ഉണ്ട്. ലാർജ് ഡിഫറൻസ് ഇൻ ദി സൈസ് ഓഫ് കാറ്റയോൺസ് ആൻഡ് ആനയോൺസ് ഷോസ് ഫ്രങ്കൽ ഡിഫക്റ്റ്. ഇറ്റ്സ് ആൻ എക്സാമ്പിൾ ഓഫ് ഇൻറ്റർസ്റ്റീഷ്യൽ ഡിഫക്റ്റ്. ഇൻറ്റർസ്റ്റീഷ്യൽ ഡിഫക്റ്റ് എന്ന് പറഞ്ഞാൽ ലാറ്റിസ് പോയിന്റിൽ നിന്നും കാറ്റയോൺസ് ഇൻറ്റർസ്റ്റീഷ്യൽ സ്പേസിലേക്ക് ഇറങ്ങി വരുന്നുണ്ട്. സോ ദിസ് ഈസ് കോൾഡ് ഇൻറ്റർസ്റ്റീഷ്യൽ ഡിഫക്റ്റ്. AgBr, AgI തുടങ്ങിയ കോമ്പൗണ്ട്സ് ഒക്കെ ഫ്രങ്കൽ ഡിഫക്റ്റ് കാണിക്കുന്നതാണ്. സോളിഡ് സ്റ്റേറ്റിൽ നിന്ന് പ്രതീക്ഷിക്കാൻ കഴിയുന്ന ചെറിയ മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. എക്സാമ്പിൾ പാക്കിംഗ് എഫിഷ്യൻസി എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ്. പാക്കിംഗ് എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ ക്രിസ്റ്റൽ ലാറ്റിസിൽ എത്രത്തോളം പാക്ക് ചെയ്ത് നമ്പർ ഓഫ് സ്പിയേഴ്സ് അല്ലെങ്കിൽ പാർട്ടിക്കിൾസിന് എക്സിസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്, അതിൻ്റെ എഫിഷ്യൻസിയാണ് പാക്കിംഗ് എഫിഷ്യൻസി. സിമ്പിൾ ക്യൂബിക്കിന് 52.4% ആണ്. ഫേസ് സെൻറ്റേർഡ് ക്യൂബ് FCCക്ക് 74%, ബോഡി സെൻറ്റേർഡ് ക്യൂബ് BCCക്ക് 68% ആണ്. ഓക്കെ, അടുത്ത ഒരു റിലേഷൻ, ഒരു പ്രോബ്ലം ബേസ്ഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. റിലേഷൻ ബിറ്റ്വീൻ എഡ്ജ് ലെങ്ത് ആൻഡ് റേഡിയസ്. FCCൻ്റെ കേസിൽ, ഫേസ് സെൻറ്റേർഡ് ക്യൂബിൻ്റെ കേസിൽ A = 2√r എന്നും ബോഡി സെൻറ്റേർഡ് ക്യൂബിൻ്റെ കേസിൽ A = 4r/√3 എന്നുമാണ് റിലേഷൻ. സിമ്പിൾ ക്യൂബിക്കിൽ A = 2r. r എന്ന് പറയുന്നത് അതിൻ്റെ റേഡിയസും A എന്ന് പറയുന്നത് എഡ്ജ് ലെങ്ത്തുമാണ്. ഓക്കെ, ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അടുത്ത മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് എപ്പോഴും ചോദിച്ചുകൊണ്ട് വരുന്ന ഒരു സെക്ഷനാണ് ഡെൻസിറ്റി ഓഫ് എ യൂണിറ്റ് സെല്ല്, അതിൻ്റെ പ്രോബ്ലം. ഈ ഒരു ഇക്വേഷൻ മാത്രം പഠിച്ചു നോക്കുക. ഒരു 2 മാർക്ക് മുതൽ 3 മാർക്കിന് വരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന സെക്ഷനാണ് ഡെൻസിറ്റി ഓഫ് എ യൂണിറ്റ് സെല്ല്. D = Zm/A³ എന്ന ഇക്വേഷൻ. ഡെൻസിറ്റി എന്ന് പറയുമ്പോൾ Zm/A³. Z എന്ന് പറയുമ്പോൾ നമ്പർ ഓഫ് ആറ്റംസ് അല്ലെങ്കിൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് പെർ യൂണിറ്റ് സെൽ. FCCക്ക് എത്രയാ, ഫേസിൻ്റെ സെൻറ്ററിലും ഉണ്ട് കോർണേഴ്സിലും ഉണ്ട്. അതായത് 6/2, 3+1 അല്ലേ, 6/2 അതായത് 3, അതാണ് ഫേസിൻ്റെ കോൺട്രിബ്യൂഷൻ. അടുത്ത കോർണേഴ്സിൽ 1 കോൺട്രിബ്യൂഷൻ. അപ്പം 3+1. Z = 4 എന്ന് വരും FCCക്ക്. BCC ആണ് തന്നിരിക്കുന്നതെങ്കിൽ Z = 2 എന്ന് വരും. അപ്പം അങ്ങനെ പോകും. മാസ് A³ എന്ന് പറയുന്ന എഡ്ജ് ലെങ്ത്, NA എന്ന് പറയുന്നത് അവഗാഡ്രോ നമ്പർ.
Na 6.02 into 10⁻23. Z നമ്പർ ഓഫ് ആറ്റംസ് പെർ യൂണിറ്റ് സെൽ, m എന്ന് പറയുന്നത് മാസ്. ക്ലിയർ. എ ക്യൂബ് വോളിയം ഓഫ് ദി യൂണിറ്റ് സെല്ലാണ്. ഇപ്പോൾ ഡെൻസിറ്റി മാസ് ബൈ വോളിയം എന്ന് എടുത്താൽ വോളിയം എ ക്യൂബാണ്. മാസ് എന്ന് പറയാം, മാസ് മാത്രം സെപ്പറേറ്റ് കണ്ടുപിടിക്കണമെങ്കിലും Z m/a/na എന്ന് എടുക്കാം ഇക്വേഷൻ. എ ക്യൂബ് മാത്രം മാറ്റി നിർത്തിയാൽ മതി. ബിക്കോസ് ഡെൻസിറ്റി ആണല്ലോ, ഡെൻസിറ്റി മാസ് ബൈ വോളിയം നമുക്ക് കുഞ്ഞുനാൾ മുതലേ അറിയാവുന്ന കോൺസെപ്റ്റ് ആണല്ലോ. സോ അങ്ങനെ പഠിക്കുക. അടുത്തതായിട്ട് ഇമ്പോർട്ടൻസോട് കൂടി സോളിഡ് സ്റ്റേറ്റിൽ പഠിക്കേണ്ട ഒരു കമ്പാരിസൺ ആണ് ക്രിസ്റ്റലൈൻ സോളിഡും അമോർഫസ് സോളിഡും തമ്മിലുള്ള വ്യത്യാസം. ക്രിസ്റ്റലൈൻ സോളിഡ് എന്ന് പറയുമ്പോൾ റെഗുലർ അറേഞ്ച്മെൻറ്റ് ഓഫ് പാർട്ടിക്കിൾസ് ആണ്. അമോർഫസ് ഇറഗുലർ അറേഞ്ച്മെൻറ്റ് ഓഫ് പാർട്ടിക്കിൾസ് ആണ്. ക്രിസ്റ്റലൈൻ സോളിഡിൽ ലോങ് റേഞ്ച് ഓർഡർ ആണ് കാണിക്കുന്നത്. അമോർഫസ് സോളിഡിൽ ഷോർട്ട് റേഞ്ച് ഓർഡർ ആണ് കാണിക്കുന്നത്. ക്രിസ്റ്റലൈൻ സോളിഡിന് ഷാർപ്പായിട്ടുള്ള മെൽറ്റിംഗ് പോയിൻ്റ് ഉണ്ട്. അമോർഫസ് സോളിഡിന് മെൽറ്റിംഗ് പോയിൻ്റ് എന്ന് പറയുന്നത് ഷാർപ്പ് ടെമ്പറേച്ചർ അല്ല, ഒരു റേഞ്ച് ഓഫ് ടെമ്പറേച്ചറിലാണ് നടക്കുന്നത്. ക്രിസ്റ്റലൈൻ സോളിഡ് റെഗുലറായിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റും, ദേ ഗീവ് റെഗുലർ കട്ട്. അമോർഫസ് സോളിഡ് ദേ ഗീവ് ഇറഗുലർ കട്ട്. ക്രിസ്റ്റലൈൻ സോളിഡ് അനൈസോട്രോപ്പിക് ഇൻ നേച്ചറാണ്. അമോർഫസ് സോളിഡ് ഐസോട്രോപ്പിക് ഇൻ നേച്ചറാണ്. ക്രിസ്റ്റലൈൻ സോളിഡ്സിന് എക്സാമ്പിൾ മെറ്റൽസ് എന്നും അമോർഫസ് സോളിഡിന് എക്സാമ്പിൾ പ്ലാസ്റ്റിക്, ഗ്ലാസ്, റബ്ബർ എന്നിവയുമാണ്. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങൾ സോളിഡ് സ്റ്റേറ്റിൽ നിന്നും പഠിച്ചു വെക്കുക. കെമിക്കൽ കൈനറ്റിക്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് വാട്ട് യു മീൻ ബൈ സ്യൂഡോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ, ഗിവ് ഇറ്റ്സ് ആൻ എക്സാമ്പിൾ. ഒരു 3 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ള ഏറ്റവും എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണിത്. സ്യൂഡോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ എന്താണെന്ന് ചോദിച്ചാൽ ദീസ് ആർ ദി റിയാക്ഷൻസ് ഇൻ വിച്ച് ദേ ആർ നോട്ട് ട്രൂലി ഓഫ് ദി ഫസ്റ്റ് ഓർഡർ ബട്ട് അണ്ടർ സർട്ടൻ കണ്ടീഷൻസ് ബിക്കം ദി റിയാക്ഷൻസ് ഓഫ് ദി ഫസ്റ്റ് ഓർഡർ. എന്ന് വെച്ചാൽ എന്താ, ഈ റിയാക്ഷൻസിനെ നമ്മൾ പുറമേ നിന്ന് നോക്കിയാൽ ഫസ്റ്റ് ഓർഡർ ആണെന്ന് തോന്നിക്കത്തില്ല. പക്ഷേ ചില കണ്ടീഷൻസ് പ്രകാരം അവർ ഫസ്റ്റ് ഓർഡർ ആയിട്ട് ബിഹേവ് ചെയ്യും. സോ അതുകൊണ്ടാണ് സ്യൂഡോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻസ് എന്ന് വിളിക്കുന്നത്. ക്ലിയർ അല്ലേ? സ്യൂഡോ എന്ന് വെച്ചാൽ ഫോൾസ് എന്നൊക്കെയുള്ള മീനിങ് അല്ലേ. എന്ന് വെച്ചാൽ ഇവരെ ഒറ്റ നോട്ടത്തിൽ നോക്കിയാൽ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആണെന്ന് പറയത്തില്ല, പക്ഷേ ചില കണ്ടീഷനിൽ അവർ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആയിരിക്കും. ഇത് വളരെ ഇമ്പോർട്ടൻസോടുകൂടി പഠിക്കുക. സ്യൂഡോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷനും അതിൻ്റെ എക്സ്പാൻഷൻ അല്ല, അതിൻ്റെ എക്സാമ്പിൾസ് കൂടെ പഠിക്കണം. ഇപ്പോൾ എക്സാമ്പിൾ ഹൈഡ്രോളിസിസ് ഓഫ് ഇഥൈൽ അസറ്റേറ്റ്. ഇഥൈൽ അസറ്റേറ്റിൻ്റെ ഫോമുലയാണ് CH3COO C2H5. അതിന് ഹൈഡ്രോളിസിസ് ചെയ്താൽ CH3COOHും C2H5OHും കിട്ടും. ഈ റിയാക്ഷൻ പഠിച്ചു വെക്കണം. ഇവിടെ റേറ്റ് എന്ന് പറയുന്നത് K ഇൻറ്റു ഈ 2 കോൺസെൻട്രേഷനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. റേറ്റ് ഓഫ് റിയാക്ഷൻ കോൺസെൻട്രേഷനെയാണല്ലോ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. സോ CH3COO C2H5ൻ്റെ കോൺസെൻട്രേഷനെയും വാട്ടറിൻ്റെ കോൺസെൻട്രേഷനെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പം ശരിക്കും ഒരാൾ പുറമേ നോക്കുമ്പം ഇത് ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആണെന്ന് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. ബിക്കോസ് ഇവിടെ 2 കോമ്പോണൻസ് ഉണ്ട്. അപ്പം ജനറലി നോക്കുമ്പോൾ ഒന്നിൽ കൂടുതൽ ഉള്ള ഏതെങ്കിലും ഓർഡർ റിയാക്ഷൻ ആയിരിക്കും, 2 സെക്കൻഡ് ഓർഡർ റിയാക്ഷനൊക്കെ ആയിരിക്കും എന്ന് തോന്നും കേട്ടോ. അങ്ങനെയൊക്കെയാണ് നമുക്ക് വിചാരിക്കാൻ പറ്റുന്നത്. പക്ഷേ വാട്ടറിൻ്റെ കോൺസെൻട്രേഷൻ കോൺസ്റ്റൻ്റ് ആയിട്ടാണ് എടുക്കുന്നത്. സ്യൂഡോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ എങ്ങനെ ഫോം ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ അവിടെ ഒരാളുടെ കോൺസെൻട്രേഷൻ കോൺസ്റ്റൻ്റ് ആയിട്ട് എടുക്കുന്നത് കൊണ്ടാണ് സ്യൂഡോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻസ് ജനറേറ്റ് ചെയ്യുന്നത് തന്നെ. അപ്പം വാട്ടറിൻ്റെ കോൺസെൻട്രേഷൻ കോൺസ്റ്റൻ്റ് ആയിട്ട് എടുക്കുന്നത് കൊണ്ടിട്ട് ഇയാളുടെ കോൺസെൻട്രേഷൻ മാത്രം നമ്മൾ പരിഗണിച്ചാൽ മതി. അത് ആയിരിക്കും, ഇയാളുടെ കോൺസെൻട്രേഷൻ മാത്രമായിരിക്കും റേറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. സോ റേറ്റ് ഇസ് ഈക്വൽ ടു R ഇസ് ഈക്വൽ ടു K ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് CH3COO C2H5. അപ്പം നമുക്ക് മനസ്സിലാക്കാം ഒരാളുടെ കോൺസെൻട്രേഷൻ മാത്രമാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇതൊരു ഫസ്റ്റ് ഓർഡർ റിയാക്ഷനാണ്. അപ്പം ഇത് ഒരു എക്സാമ്പിളാണ്, മനസ്സിലായല്ലോ. ഇപ്പം ഇയാളെ ഒറ്റയ്ക്ക് നോക്കിയാൽ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആണെന്ന് പറയത്തില്ല, പക്ഷേ അണ്ടർ സർട്ടൻ കണ്ടീഷൻസ്, ആ കണ്ടീഷൻസ് എന്താ, വാട്ടറിൻ്റെ കോൺസെൻട്രേഷൻ കോൺസ്റ്റൻ്റ് ആക്കി. അപ്പം ഇത് ഫസ്റ്റ് ഓർഡർ റിയാക്ഷനായിട്ട് മാറി. സോ ഇങ്ങനെയുള്ള റിയാക്ഷൻസിന് പറയുന്ന പേരാണ് സ്യൂഡോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻസ്. ദീസ് ആർ ദി റിയാക്ഷൻസ് ഇൻ വിച്ച് they are not truly of the first order but under certain conditions becomes the reactions of the first order. സെയിം കാര്യം തന്നെ ഇൻവേർഷൻ ഓഫ് കെയിൻ ഷുഗറിലും ഉണ്ട്. C12H22O11 പ്ലസ് വാട്ടർ ഇൻ പ്രസൻസ് ഓഫ് H പ്ലസ് ഗ്ലൂക്കോസും ഫ്രക്ടോസും ഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ വാട്ടറിൻ്റെ കോൺസെൻട്രേഷൻ കോൺസ്റ്റൻ്റ് ആക്കി വെക്കുന്നത് കൊണ്ടിട്ട് റേറ്റ് ഇസ് ഈക്വൽ ടു K ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ഷുഗർ ഓൺലി, C12H22O11 ഓൺലി. ക്ലിയർ ആണല്ലോ? അനദർ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ഫ്രം കെമിക്കൽ കൈനറ്റിക്സ്. കെമിക്കൽ കൈനറ്റിക്സിൽ അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനാണ് ഹാഫ് ലൈഫ് ഓഫ് എ റിയാക്ഷൻ. എന്താണ് ഹാഫ് ലൈഫ് ഓഫ് എ റിയാക്ഷൻ എന്ന് വെച്ചാൽ
It is a time in which the concentration of the reactant is reduced to 1/2 of its initial concentration. എന്ന് വെച്ചാൽ എന്താ, കോൺസെൻട്രേഷൻ പകുതിയായിട്ട് കുറയുന്നതിന് വേണ്ടിയിട്ടുള്ള ടൈമിന് പറയുന്ന പേരാണ് ഹാഫ് ലൈഫ് ഓഫ് എ റിയാക്ഷൻ. 0 ഓർഡർ റിയാക്ഷൻസ് കൺസിഡർ ചെയ്താൽ ടി ഹാഫ് എന്ന് പറയുന്നത് ഹാഫ് ലൈഫ് ഇസ് ഈക്വൽ ടു R0/2K എന്നാണ്. ക്ലിയർ? ഇത് ഡെറിവേഷനാണ്, അതുകൂടെ ഒന്ന് നോക്കി വെച്ചാൽ നന്നായിരിക്കും. ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻസിൻ്റെ കേസിൽ ഹാഫ് ലൈഫ് ഓഫ് എ റിയാക്ഷൻ എന്ന് പറയുന്നത് ടി ഹാഫ് ഇസ് ഈക്വൽ ടു 0.693/K. അപ്പം ഈ ഒരു സെക്ഷൻ എന്ന് പറയുന്നത് വളരെ പ്രോബ്ലം ആപ്ലിക്കബിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പം ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ്റെ ഹാഫ് ലൈഫ് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് എപ്പോഴും NCERT നമ്മുടെ ബോർഡ് എക്സാമിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. അപ്പം നമുക്ക് അതുകൂടെ ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻസ് ഫൗണ്ട് ഹാവ് എ റേറ്റ് കോൺസ്റ്റൻറ്റ് 5.5 × 10⁻⁻14 second inverse to find the half life of a reaction. ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആണ് തന്നിട്ടുണ്ട്. യൂണിറ്റ് ഓഫ് റേറ്റ് കോൺസ്റ്റൻറ്റ് Kൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്. യൂണിറ്റ് എന്നല്ല, അതിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട് റേറ്റ് കോൺസ്റ്റൻറ്റിൻ്റെ. റേറ്റ് കോൺസ്റ്റൻറ്റ് K. അപ്പം ടി ഹാഫ് ഇസ് ഈക്വൽ ടു 0.693/K എന്നാണ് ഇക്വേഷൻ. Kയുടെ വാല്യൂ തന്നിട്ടുണ്ട്. സോ ടി ഹാഫ് നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാം. Kൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 5.5 × 10⁻14 second inverse എന്നാണ്. സോ അതിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്. സോ നമുക്ക് അതിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 0.693/5.5 × 10⁻14 എന്ന് എടുത്താൽ 1.26 × 10⁻13 സെക്കൻഡ് എന്ന് കിട്ടും. അപ്പോൾ ഹാഫ് ലൈഫ് എങ്ങനെയാണ് ഹാഫ് ലൈഫിൻ്റെ പ്രോബ്ലംസ് ചെയ്യുന്നതെന്ന് വളരെ പെർഫെക്റ്റ് ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. ഹാഫ് ലൈഫിൻ്റെ തിയറിയും പ്രോബ്ലംസും ചേർന്ന് നമുക്ക് നല്ലൊരു ഫ്രാക്ഷന് എക്സാമിന് പ്രതീക്ഷിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവരും നിങ്ങളുടെ കൂട്ടുകാർക്ക് ഇത് ഷെയർ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്കും കൂടി നല്ല മാർക്കിലേക്ക് എത്തട്ടെ. ഓക്കെ. രണ്ടാമത്തെ ചാപ്റ്ററായിട്ടുള്ള സൊല്യൂഷൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നിട്ട് ദി മോസ്റ്റ് എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസ്. ഒന്നാമത്തത് ഹെൻറീസ് ലോ എന്ന് പറയുന്ന ലോയിൻ്റെ ഡിഫിനിഷനാണ്. സോലബിലിറ്റി, അതായത് ഗ്യാസും ലിക്വിഡും തമ്മിലുള്ള സോലബിലിറ്റി ഓഫ് ഗ്യാസ് ഇൻ ലിക്വിഡ് എന്ന സെക്ഷനിൽ പഠിക്കുന്ന ഒരു കോൺസെപ്റ്റാണ് ഈ ഹെൻറീസ് ലോ എന്ന് പറയുന്നത്. അപ്പോൾ ഹെൻറീസ് ലോയിൻ്റെ ഇമ്പോർട്ടൻസ്: the pressure of gas applied on the surface of liquid is directly proportional to the mole fraction of the gas molecules. എന്നുവെച്ചാൽ എന്താ പറയുന്നത്, അതായത് പ്രഷർ എന്ന് പറയുന്നത് മോൾ ഫ്രാക്ഷന് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷനിലാണ്. ഇത് ഗ്യാസും ലിക്വിഡും തമ്മിലുള്ള ഇൻട്രാക്ഷൻ്റെ സോലബിലിറ്റി എക്സ്പ്ലനേഷൻ ആണ്. അപ്പം പ്രഷർ ഓഫ് ഗ്യാസ് ആണ് അപ്ലൈഡ് ഓൺ ദി സർഫസ് ഓഫ് ലിക്വിഡ്. ഓക്കെ. അപ്പം പ്രഷർ ഓഫ് ഗ്യാസ് മോളിക്യൂൾസ് ലിക്വിഡ് സർഫസിൽ എക്സേർട്ട് ചെയ്യുന്ന പ്രഷർ മോൾ ഫ്രാക്ഷന് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷനിലാണ് ഗ്യാസ് മോളിക്യൂൾസിൻ്റെ. ഒന്നുകൂടെ വായിച്ചു നോക്കിക്കേ. ദി പ്രഷർ ഓഫ് ഗ്യാസ് അപ്ലൈഡ് ഓൺ ദി സർഫസ് ഓഫ് ലിക്വിഡ് ഈസ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു ദി മോൾ ഫ്രാക്ഷൻ ഓഫ് ഗ്യാസ് മോളിക്യൂൾസ്. അതായത് പ്രഷർ എന്ന് പറയുന്നത് മോൾ ഫ്രാക്ഷൻ്റെ ഡയറക്റ്റ്ലി പ്രൊപ്പോർഷനിലാണ്. P = KH × കൈ. കൈയാണ് മോൾ ഫ്രാക്ഷൻ, അതൊക്കെ അറിയാമല്ലോ അല്ലേ. KH എന്ന് പറയുന്ന പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറ്റിയിട്ട് = ആക്കിയപ്പോഴത്തേക്ക് ഒരു കോൺസ്റ്റൻറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വന്നു. സോ ദിസ് കോൺസ്റ്റൻറ്റ് ഈസ് നോൺ ആസ് ഹെൻറീസ് ലോ കോൺസ്റ്റൻറ്റ്. KH ഹെൻറീസ് ലോ കോൺസ്റ്റൻറ്റ്. അപ്പം ഇത് പഠിച്ചു വെക്കുക. ഇനി KHൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്? അതും വളരെ 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 ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈ KH അല്ലെങ്കിൽ ഹെൻറീസ് ലോ കോൺസ്റ്റൻറ്റ് എന്ന് പറയുന്നത് പ്രഷറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. KHൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. ഒരു ടെമ്പറേച്ചറിൽ ഡിഫറൻറ്റ് ഗ്യാസിന് ഡിഫറൻറ്റ് വാല്യൂസ് ഓഫ് KH ആയിരിക്കും. ടെമ്പറേച്ചർ കൂട്ടിയാൽ KHൻ്റെ വാല്യൂവും കൂടും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പെർഫെക്റ്റ് ആയിട്ട് മനസ്സിലാക്കി വെക്കുക. അടുത്ത വളരെ വളരെ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് വാട്ട് യു മീൻ ബൈ ആൻറ്റിഫ്രീസ്. അതെന്താണെന്ന് ചോദിച്ചാൽ ദി സബ്സ്റ്റൻസ് വിച്ച് ഈസ് ആഡഡ് ടു വാട്ടർ ടു ലോവർ ഇറ്റ്സ് ഫ്രീസിങ് പോയിൻറ്റ് ഈസ് കോൾഡ് ആൻറ്റിഫ്രീസ് സബ്സ്റ്റൻസ്. അപ്പം ആൻറ്റിഫ്രീസ് സബ്സ്റ്റൻസ് എന്ന് വെച്ചാൽ ഈ സബ്സ്റ്റൻസ് വാട്ടറിലേക്ക് നമ്മൾ ആഡ് ചെയ്താൽ വാട്ടറിൻ്റെ ഫ്രീസിങ് പോയിൻറ്റ് കുറയും. അതായത് 0 ഡിഗ്രി സെൽഷ്യസിൽ താഴ്ന്നാലും വാട്ടർ ഫ്രീസ് ചെയ്യത്തില്ല എന്ന മീനിങ്. ഇതിന് എക്സാമ്പിൾ എഥിലീൻ ഗ്ലൈക്കോൾ, ഗ്ലിസറോൾ തുടങ്ങിയ എക്സാമ്പിൾ ഉണ്ട്. ഇപ്പം എഥിലീൻ ഗ്ലൈക്കോളിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുമ്പോൾ മെയിൻലി യൂസ്ഡ് ഇൻ ദി കാർ റേഡിയേറ്റർ ടു അവോയ്ഡ് ഫ്രീസിങ്. അപ്പം മഞ്ഞുള്ള ക്ലൈമറ്റിലൊക്കെ വണ്ടികൾ യൂസ് ചെയ്യുമ്പോൾ ഈ ആൻറ്റി ഫ്രീസ് എന്ന് പറഞ്ഞ സബ്സ്റ്റൻസിൻ്റെ ഇമ്പോർട്ടൻസ് വളരെ വലുതാണ് എന്ന് നമുക്ക് ഒന്ന് മനസ്സിലാക്കി വെക്കാം. ഓക്കെ. NaCl, CaCl2 ആർ യൂസ്ഡ് ടു ക്ലിയർ സ്നോ ഓൺ റോഡ്. അപ്പോൾ അതും
ഒരു പോയിൻ്റാണ്. അപ്പോൾ എന്താണ് ആൻറ്റി ഫ്രീസ് സബ്സ്റ്റൻസ് എന്നുള്ളത് മനസ്സിലായല്ലോ. ദി സബ്സ്റ്റൻസ് വിച്ച് ഈസ് ആഡഡ് ടു വാട്ടർ ടു ലോവർ ഇറ്റ്സ് ഫ്രീസിങ് പോയിൻറ്റ് ഇസ് കോൾഡ് ആൻറ്റി ഫ്രീസ് സബ്സ്റ്റൻസ്. അടുത്തതായിട്ട് നമുക്ക് സൊല്യൂഷൻസിൽ നിന്നും ഏറ്റവും ഇമ്പോർട്ടൻസോടുകൂടി എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്നത് എന്താണ് അസിയോട്രോപ്പ്, അത് ഏതൊക്കെ ടൈപ്പ് ഉണ്ട്. അപ്പോൾ അസിയോട്രോപ്പ് എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻറ്റ് ബോയിലിംഗ് മിക്ചേഴ്സിന് പറയുന്ന പേരാണ് അസിയോട്രോപ്പ് എന്ന് പറയുന്നത്. ദി ലിക്വിഡ് മിക്ചേഴ്സ് വിച്ച് ബോയിൽ അറ്റ് എ കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ ആൻഡ് ഹാവ് സെയിം കോമ്പോസിഷൻ ഇൻ ലിക്വിഡ് സ്റ്റേറ്റ് ആസ് വെൽ ആസ് വേപ്പർ ഫേസ്. എന്ന് വെച്ചാൽ എന്താ പറയുന്നത്, അസിയോട്രോപ്പ് എന്ന് പറഞ്ഞാൽ അവർ ലിക്വിഡ് മിക്ചേഴ്സാണ്. അതായത് അതിനകത്ത് ഒന്നിൽ കൂടുതൽ കമ്പോണൻസ് ഉണ്ടായിരിക്കും. ഈ രണ്ട് കമ്പോണൻസിനും വ്യത്യസ്തമായിട്ടുള്ള ബോയിലിംഗ് പോയിൻ്റൊക്കെ ഉണ്ടായിരിക്കും. പക്ഷേ ഇവർ തമ്മിൽ മിക്സ് ചെയ്താൽ ആ മിക്സറിന് മറ്റൊരു ബോയിലിംഗ് പോയിൻ്റ് ആയിരിക്കും, എയ്തർ ഓഫ് ദി ബോയിലിംഗ് പോയിൻ്റ് ഓഫ് കമ്പോണൻസ്. മനസ്സിലായോ? അതാണ് അസിയോട്രോപ്പ്. അപ്പോൾ അസിയോട്രോപ്പ് എന്ന് പറയുമ്പോൾ ഇത്രയും പറഞ്ഞാൽ പോരാ, 2 ടൈപ്പ് അസിയോട്രോപ്പ് ഉണ്ട്. മാക്സിമം ബോയിലിംഗ് അസിയോട്രോപ്പ്, അതിനുശേഷം മിനിമം ബോയിലിംഗ് അസിയോട്രോപ്പും. നമ്മൾ ആ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഇതിന് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഇതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ചെയ്തിടാം. ബിക്കോസ് ആ ഫസ്റ്റ് പാർട്ട് വീഡിയോയെ നമ്മൾ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളൂ. അപ്പം നിങ്ങൾ നമുക്ക് മാക്സിമം സപ്പോർട്ട് ചെയ്യുക, എല്ലാ കൂട്ടുകാരിലേക്കും ഇത് എത്തിക്കുക കേട്ടോ. എല്ലാവരും ഷെയർ ചെയ്ത് ഞങ്ങളെ സഹായിക്കുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് വേണ്ടുന്ന ഇതിൻ്റെ പാർട്ട് 2 എന്ന് പറയുന്നത് എപ്പോൾ അപ്ലോഡ് ചെയ്യുന്ന കഴിയുന്നുണ്ടോ, നിങ്ങളുടെ റെസ്പോൺസിനനുസരിച്ചാണ് ഞാനിത് അപ്ലോഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം ഇത് സെക്കൻഡ് പാർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് അത് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ നമ്മളതിൻ്റെ ലിങ്ക് ഇടും. പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണെങ്കിൽ നമ്മുടെ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാൽ പിന്നെ ശരി, എന്നാൽ ഓക്കെ.